ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പം നിലവിൽ ഹോസ്പിറ്റലിലാണ്. അപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എനിക്കൊരു കമൻറ്റ് കണ്ടപ്പം അതിന് മറുപടി കൊടുത്തേക്കാം, ഇനി വൈകിക്കണ്ടാലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടുന്ന് ഒരു മറുപടി തരുന്നത്. അപ്പം മറുപടി കൊടുക്കാൻ തീരുമാനിച്ചത് ആർക്കാ വെച്ചാൽ, ഞാൻ ബുള്ളറ്റ് റാണി എന്ന് വിളിക്കപ്പെടുന്ന ഒരു റാണി ചേച്ചിയുണ്ട്, ബുള്ളറ്റ് റാണി. ആ ചേച്ചിയോടാണ്. ആ ചേച്ചി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ ഒരു കമൻ്റ് ഇട്ടു, മരണനാടകം നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ നിനക്ക് റീൽസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. എൻ്റെ കയ്യിലേക്ക് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. എന്താണെന്നും എനിക്കിപ്പം തൽക്കാലം നിങ്ങളോട് പറയാൻ താല്പര്യമില്ല. കാരണം നമ്മൾ എത്രത്തോളം നമ്മളെ തുറന്ന് കാണിക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമ്മൾ അപരാധികളാവുക എന്നല്ലാതെ നമ്മൾ ഒരിക്കലും നിരപരാധിയാണ് എന്ന് ആരും പറയില്ല. നേരെ മറിച്ച് നമ്മുടെ ജീവൻ വെടിഞ്ഞ് നമ്മൾ ജീവിതം ഇല്ലാതായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ നിരപരാധിയാണെന്ന് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും. നമ്മുടെ ശത്രുക്കളായിരിക്കും ആദ്യം പറയുക, അയ്യോ ഞാൻ അവളെ കുറേ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു, കുറേ അവളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ പോലും ആ കൊച്ചൊരു നല്ലതായിരുന്നു എന്ന് മാത്രമേ ഇവരൊക്കെ പറയുള്ളൂ. അതും എനിക്കറിയാം. അപ്പം ചെയ്യാത്തൊരു തെറ്റിന് നിന്നുള്ള രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കുന്നത്. ഒരിക്കൽ ഹണി ട്രാപ്പുകാരി എന്നുള്ളൊരു മുദ്ര കുത്തി. അത് കുറച്ച് സ്ത്രീകളാണ് തുടക്കമിട്ടത് ഈ ബുള്ളറ്റ് റാണിയാണ്. പിന്നെ രണ്ടാമത് ഇതേപോലെ ആരാണ്ടോ ഒരു വീഡിയോ എൻ്റേതെടുത്ത് പോസ്റ്റ് ചെയ്തതിന് എൻ്റെ പേരിൽ മതസ്പർദ്ധക്ക് കേസ് കൊടുക്കുക. അതെനിക്ക് കുഴപ്പമില്ല. കേസ് ഞാൻ എന്താണോ അതിൻ്റെ അവർക്ക് ചെക്ക് ചെയ്ത് നോക്കാതെ അവർ കേസ് എടുക്കുകയോ നടപടി എടുക്കുകയോ കോടതിയിൽ എനിക്ക് ഹാജരാവേണ്ടതോ ഒന്നുമില്ല. കേസ് എന്താണോ അതിൻ്റെ സത്യാവസ്ഥ അവർ അറിഞ്ഞതിന് ശേഷം മാത്രമേ അവരത് എടുക്കുള്ളൂ എന്നുള്ളതും എനിക്കറിയാം. പക്ഷേ അതല്ല, സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഹൈക്കോടതിയുടെ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീണ്ടും ജസ്റ്റിൻ സലീം റീലെടുത്തു എന്ന് പറഞ്ഞ് നിരന്തരം ഇങ്ങനെ ഈ കണ്ട അണ്ടനും അടകോടനും എന്ന് പറഞ്ഞതിൻ്റെ അതിലിപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്. ഇവന്മാരൊക്കെ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. സത്യാവസ്ഥ ഞാൻ ഒരുപാട് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ ആരും അത് കേൾക്കാനോ ആരും അത് ഉൾക്കൊള്ളാനോ നിന്നിട്ടില്ല. നിങ്ങൾ കേൾക്കുന്ന ഇവിടെ TV വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ടാണ്. അപ്പം ബുള്ളറ്റ് റാണി കമൻ്റ് ഇട്ടതുകൊണ്ട് ആദ്യം ബുള്ളറ്റ് റാണിക്കുള്ള ഒരു മറുപടി. ബുള്ളറ്റ് റാണി, കമൻ്റ് ഇടാൻ ആർക്കും പറ്റും. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ നിനക്കും എനിക്കും ഒക്കെ പറ്റും. പക്ഷെ നീ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നീ ഒന്ന് സ്റ്റേണായിട്ട് നിൽക്കാൻ ശ്രമിക്കും. സ്റ്റേണായിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ നിൻ്റെ ആ വാടക വീടൊക്കെ മാറിയിട്ട് സ്വന്തമായിട്ട് സമ്പാദിച്ച് ഈ പരദൂഷണ കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് സ്വന്തമായിട്ട് സമ്പാദിച്ച് ഒരു വീട് മേടിക്കാൻ ആദ്യം നോക്ക്. പിന്നെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടല്ലേ കുട്ടി, അതുങ്ങൾക്കൊരു നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നീ വല്ല ജോലിക്കും പോ. അതുങ്ങൾ ഈ മാമ്പഴം പിഴിഞ്ഞിട്ടും പുളി പിഴിഞ്ഞിട്ടൊക്കെയാണ് നിൻ്റെ മക്കൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ പോരാത്തതിന് ഒരാളിപ്പം നമ്മുടെ വീട്ടിൽ കയറി വരിക വെച്ചാൽ ആ വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പൊട്ടിച്ചളങ്ങിയ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ വെള്ളം കൊടുക്കുന്നത് എത്ര മോശമായിട്ടുള്ള പരിപാടിയാണ്. ഒരു നല്ലൊരു ഗ്ലാസ്സൊക്കെ നീ ഈ BJPയുടെ RSSൻ്റെ ഒക്കെ പരിപാടിയുള്ള സമയത്ത് നിന്നെക്കൊണ്ട് എങ്ങനെയൊക്കെ ടൈറ്റാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ടൈറ്റാക്കിയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നീ അതിൻ്റെ മുമ്പിൽ പ്രചാരണത്തിൻ്റെ മുമ്പ് പോയിട്ട് കുറച്ച് ആണുങ്ങളുടെ ഉള്ളിൽ കൂടി നീ നടക്കുന്നില്ലേ ബുള്ളറ്റ് റാണി? അതൊഴിവാക്കിയിട്ട് ഏതെങ്കിലും ഒരു ടെസ്റ്റ് കേസിലോ ഒരു പെട്രോൾ പമ്പിലോ ഒക്കെ ഒരു ജോലിക്ക് പോയിട്ട് മാസം എന്തായാലും ഒരു 10,000 രൂപയെങ്കിലും കിട്ടും. നിൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ നിനക്കത് മതി. അത് ചെയ്തിട്ട് നിനക്ക് ജീവിക്കാം. നീയൊക്കെ പറയുന്നത് ഞാൻ കപടഭക്തിയാണെന്ന് പറയുന്നു. പക്ഷേ ഞാൻ കപടഭക്തിയാണെന്ന് നീയൊക്കെ പറയുമ്പോഴും നീ ചിന്തിക്കണം, ആ കപടഭക്ത എന്ന് നിങ്ങൾ എനിക്ക് പേര് തന്നതിന് ശേഷവും ശ്രീ ഗുരുവായൂരപ്പൻ എനിക്കൊരു വീട് തന്നു, എനിക്ക് വാഹനമുണ്ട്, എനിക്ക് ഇന്നതിന് ശേഷം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ചെടുത്തു. എന്തിന്? ഒരു സാധനം കണ്ടാൽ പ്രൈസ് ടാഗ് നോക്കാതെ മേടിക്കാനുള്ള ഒരു വകുപ്പ് എനിക്ക് ആ ഗുരുവായൂരപ്പൻ തന്നു. അതെന്തുകൊണ്ടാണ്? നിങ്ങളൊക്കെ ഞാൻ ഗുരുവായൂരപ്പനെ വിറ്റ് ജീവിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഗുരുവായൂർ 4 നടയിലും കിഴക്കേ നട, തെക്കേ നട, വടക്കേ നട എന്നും പറഞ്ഞ് എല്ലാ 4 നടയിലും ഷോപ്പുണ്ട്.
ആ ഷോപ്പിലൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ആണ് വിൽക്കുന്നത്. അവരൊക്കെ ഗുരുവായൂരപ്പനെ വിട്ടിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്? ഞാൻ മാത്രമാണോ ഗുരുവായൂരപ്പനെ വിട്ടിട്ട് ജീവിക്കുന്നത്? അപ്പോൾ അവിടെയുള്ള ഓരോ ഷോപ്പുകാരും, ഗുരുവായൂർ നടയിലുള്ള ഓരോ ഷോപ്പുകാരും, ഈവൻ ഒരു ചായപ്പീടിയക്കാരനാണെങ്കിൽ പോലും അവർ ഗുരുവായൂരപ്പനെ വിട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അത് നിങ്ങൾ ആരും മനസ്സിലായി. ജസ്ന സലീം ഗുരുവായൂരപ്പനെ വരയ്ക്കുകയോ വിൽക്കുകയോ ചെയ്താൽ മാത്രം പ്രശ്നം അല്ലേ? അപ്പോൾ ഈ ബുള്ളറ്റ് റാണിക്ക് കുറേ ആയിട്ട് മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവളെ കൊണ്ട് പറ്റുക എന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും മത പാർട്ടി എന്നല്ല, RSSൻ്റെയോ BJPയുടെയോ എന്തെങ്കിലും പാർട്ടി പരിപാടി ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ വന്ന് ഏറ്റവും മാക്സിമത്തിൽ ടൈറ്റിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവളുടെ ഒന്ന് വൾഗാരിറ്റി എന്ന് പറയാം, വൾഗറായിട്ടുള്ള രീതിയിൽ ഒന്ന് പോസ് ചെയ്ത് കാണിക്കും. അതിനാണ് അവൾക്കൊണ്ട് പറ്റുക. പിന്നെ ബുള്ളറ്റ് റാണി, നീ വേറൊരു കാര്യം അറിയണം. ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നൊക്കെ നീയൊക്കെ പറയുന്നുണ്ട്. ബുള്ളറ്റ് റാണിയെ, ഞാൻ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായൊരു സ്ത്രീ അല്ല. ആ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായത് ആരാണെന്ന് നിനക്ക് നന്നായിട്ടറിയാമല്ലോ. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായത് ആരാണെന്ന്? അത് നീയാണ്. നീ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായതും എന്നതിന് ശേഷം ഇപ്പോഴുള്ള ആ ചെങ്ങായിൻ്റെ തലയെ കെട്ടിവെച്ചതും ഇപ്പം ഗതികേടുകൊണ്ട് ഏതോ ഒരു വാടക വീട്ടിൽ വൃത്തിയും മെനയില്ലാത്ത രീതിയിൽ ഇരിക്കാനൊരു കസേര പോലും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന നേരം കൊണ്ട്, നീ മറ്റുള്ളവരെ ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് നടക്കുന്ന നേരം കൊണ്ട് നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നീ എത്രയും പെട്ടെന്ന് ഒരു പെട്രോൾ പമ്പിലോ ഒരു ടെക്സ്റ്റൈൽസിലോ അതുമല്ലെങ്കിൽ നിനക്ക് പറ്റിയ ചായപ്പീടിയയിലോ, വേണ്ട ഈ കാറ്ററിംഗ് പരിപാടി ഉണ്ടാവുമല്ലോ, നിനക്ക് കാറ്ററിംഗ് പരിപാടിയൊക്കെ നന്നായിട്ട് ചെയ്തു, ഒരു തൊപ്പി ഇട്ടാൽ നിനക്ക് നല്ലോണം ചെയ്തു, നിൻ്റെ ഡ്രസ്സിനൊക്കെ അനുസരിച്ച് കാറ്ററിംഗ് പരിപാടിയൊക്കെ നല്ലോണം ചെയ്തു. അപ്പം കാറ്ററിംഗ് പരിപാടിയോ ഒക്കെ നിനക്ക് ചെയ്യാൻ പറ്റും. സിസ്റ്റർ ആയില്ലല്ലേ? അപ്പം പറ്റും. നീ അതിന് ശ്രമിക്കും. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ യൂട്യൂബിൽ വന്ന്, നീ യൂട്യൂബ് ഉപയോഗിക്കാറുണ്ടാവില്ലായിരിക്കാം മേ ബി, പക്ഷെ ഞാൻ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട്. അപ്പം നീ യൂട്യൂബിൽ നിന്ന് നിനക്ക് വരുമാനം കിട്ടൂല എന്ന് തോന്നിയത് കൊണ്ടാണ് നീ യൂട്യൂബ് ഉപയോഗിക്കാത്തത്. അപ്പം നീ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് എൻ്റെ താഴെ ഇങ്ങനെ കമൻ്റ് ഇടുന്ന നേരം കൊണ്ട് ഇങ്ങനെ വല്ല ജോലിക്കും പോയിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കും. ഒരിക്കൽ നീ ആഘോഷം ചെയ്തു, സാരല്ല, വിട്ടേക്ക്. ബുള്ളറ്റ് റാണിക്ക് പിന്നെ അതല്ലേ പറ്റുള്ളൂ. ശരീരം വിട്ട് ജീവിക്കുന്ന അമ്മനെ കണ്ടിട്ടല്ലേ മക്കൾ പഠിക്കുള്ളൂ. അതുകൊണ്ട് നീ ശരീരം വിട്ട് ജീവിച്ചു, നീ അത് ഗർഭിണിയായി, അത് അബോഷനാക്കി, ഇപ്പോൾ ഇത് വേറെ ഏതോരുത്തൻ്റെ തലയിൽ കയറുകയും ചെയ്തു. ഓക്കെ, അതൊക്കെ സ്വാഭാവികം. നീ ഇപ്പം ചെയ്യേണ്ടത്, എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് നീ വല്ല പെട്രോൾ പമ്പിലോ ടെക്സ്റ്റൈൽസിലൊക്കെ പോയിട്ട് ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിച്ച് കാണിക്കും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് ജസ്ന കപടവക്ത എന്ന് പറയുന്ന നേരം കൊണ്ട് നീ ഒന്ന് നന്നായിട്ട് നിൻ്റെ മക്കൾക്ക് ആ പുളിവെള്ളവും മാമ്പഴം പിഴിഞ്ഞിട്ടുള്ള കൊടുക്കുന്ന ആ ഭക്ഷണമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല ചിക്കനോ മീനോ, നീ വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ. നിങ്ങളൊക്കെ പറയുന്നുണ്ട് ജസ്ന സലീം നോൺ വെജ് കഴിക്കുന്നുണ്ട്. കൃഷ്ണഭക്തരായിട്ടുള്ള ഞാൻ മാത്രമാണോ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത്? വേറെ ആരും കഴിക്കുന്നില്ല ഇല്ലേ? ഞാൻ അതും ചോദിക്കട്ടെ. സിസ്റ്റർ, അടുത്ത ഞാനല്ലായിരുന്നു, പക്ഷെ മുമ്പേ വന്ന ഞാനല്ലായിരുന്നോ? ഓ, പറഞ്ഞതല്ലേ ഈ ഒരു കാര്യോ? സിസ്റ്റർ, അടുത്തത് ഞാനാണെന്ന് പറഞ്ഞ് ഞാൻ ആ ടോക്കന് 2 ഉണ്ടോലെ കയറാൻ 2നെ കൂട്ടിയതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാ? അപ്പം ജസ്ന ഇറച്ചി മീനും കൂട്ടുന്നു എന്നുള്ള നിങ്ങളുടെ ഈ ഒരു ബഹളം ഉണ്ടല്ലോ, ആ ബഹളം നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഇറച്ചി മീനും കൂട്ടുന്നത് ജസ്ന മാത്രമല്ല, എല്ലാവരും ഇറച്ചി മീനും കൂട്ടുന്നുണ്ട്. കൃഷ്ണഭക്തരായിട്ടുള്ള ആൾക്കാർ പ്യുവർ വെജിറ്റേറിയൻ മാത്രമല്ല, അതും ശ്രദ്ധിക്കുക. അപ്പം നീ എന്താക്കുക, നീ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല വീടും പരിസരമൊക്കെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളൊക്കെ ചോദിക്കും, ഞാൻ നിൽക്കുന്ന വീടും പരിസരവും നല്ലതാണോ, നിൻ്റെ വീട് അങ്ങനെയല്ലേ, നിൻ്റെ വീട് ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുക. എനിക്ക് മാന്യമായിട്ട് എൻ്റെ വീടൊന്ന് പെയിൻ്റ് അടിച്ചാൽ 1800 സ്ക്വയർ ഫീറ്റ് വീട്ടിലാട്ടോ ഞാൻ താമസിക്കുന്നത്. പക്ഷേ
നമ്മളിവിടെ പൊങ്ങച്ചടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 987 സ്ക്വയർ ഫീറ്റ് വീട് ഞാൻ സ്വന്തമായിട്ട് കൃഷ്ണനെ വരച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പോരാതെ ഞാൻ ജനിച്ച് വളർന്നത് പഴയ തറവാട് വീടാണെങ്കിലും അത്യാവശ്യം വലിയ വീടാണ്. ഇതൊക്കെ എനിക്കുണ്ട്. ഇതൊക്കെ കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, കപടഭക്തി അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്നൊരു സംഭവമാണ്. അപ്പം നീ ഇപ്പം പറഞ്ഞതിനുള്ള മറുപടി ഞാൻ നിനക്ക് തന്നിട്ടുണ്ടല്ലോ. നിൻ്റെ തന്തയല്ലല്ലോ ഞാനാണ് എന്നുള്ളതും ദരിദ്രവാസി തന്നെ അവളെ വിളിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ദാരിദ്ര്യം മാറ്റിയെടുക്കാൻ നോക്കുക. എന്നിട്ട് മറ്റുള്ളവരെ, ഈ കൈയുള്ളവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുക എന്ന് പറയുന്നില്ലേ, അതേമാതിരി ചെയ്യാതെ നീ നിൻ്റെ കുടുംബവും നിൻ്റെ കുട്ടികളെയും നിൻ്റെ ഭർത്താവിനെ ആദ്യം ജോലിക്ക് വിടുക. ഈ കണ്ടോലോട് കേസൊക്കെ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കാതെ ഒരു മാന്യമായിട്ടുള്ള ഒരു തൊഴിലെടുത്ത് ജീവിക്കുക. ഇനി അതൊന്നും നിനക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ഈ എറണാകുളമൊക്കെ ആ ഒരു സ്ട്രീറ്റിൽ ഒരു 10 മണിക്ക് ശേഷം ഇറങ്ങി നടന്നു. അപ്പോൾ അത്രയെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യും. അതായിരിക്കും നിനക്ക് നല്ലത്. അപ്പോൾ ബുള്ളറ്റ് റാണിക്കുള്ള മറുപടി കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ മരണ നാടകമോ എന്തോ കളിച്ചോട്ടെ, ഞാൻ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ പഠിക്കേക്ക് വരുന്നില്ല. അത് ഓർക്കുക. അത് എപ്പോഴും ഓർത്തിരുന്ന ബുള്ളറ്റ് റാണിക്ക് നല്ലതാണ് കേട്ടോ, ബുള്ളറ്റ് റാണി. അപ്പോൾ മോള് ഇനി എന്നെ ഉപദേശിക്കാനും എനിക്ക് കമൻ്റ് ഇടാനും വരുന്നതിൻ്റെ മുമ്പ് സ്വയം വീടും വീടിൻ്റെ പരിസരവും കുഞ്ഞുങ്ങളെയും നോക്കിയിട്ട് വേണം പമ്പ് പോകും. അതാകുമ്പോൾ നല്ലതാണ്. വേണ്ട നീ പമ്പ് പോയിട്ട് പണിയെടുക്കണ്ട. കാരണം ഒരു ചെറിയൊരു തീപ്പൊരി വന്നാൽ മതി, ആ പെട്രോൾ പമ്പിലുള്ള ആ ടാങ്ക് പൊട്ടിത്തെറിക്കുന്നതിനെക്കാട്ടിലും വലുതായിട്ട് നീ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അത് വേണ്ട, പമ്പിലേക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ബുള്ളറ്റ് റാണിക്കെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.